എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭയുടെ തീർത്ഥാടന പദങ്ങളിൽ വെളിച്ചം നിറച്ച പ്രകാശ ഗോപുരങ്ങളാണ് വിശുദ്ധർ. ഇപ്പോൾ തിരുനാളുകളുടെ നാളുകളാണല്ലോ. ക്രിസ്തുവിലുള്ള വിശ്വാസം ജീവിതമാക്കാൻ ശ്രമിച്ചവർക്കൊക്കെ തളർന്നപ്പോൾ പാഥേയമായും ഇരുൾ നിറഞ്ഞപ്പോൾ കാവൽ വിളക്കായും വിശുദ്ധർ കൂട്ടുവന്നു. അതിൽ ദർശനത്തിന് തെളിമ കൊണ്ടും ഉള്ളിലെ കനലിൻ്റെ ചൂടുകൊണ്ടും ക്രിസ്തുവിനെ അവതരിപ്പിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് അനന്യമായ ഒരു ജീവിത സാക്ഷ്യമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മ എന്നും ഓരോ ക്രിസ്തു വിശ്വാസിക്കും ഉള്ളിൽ കനലായി എരിയുന്നു എന്ന് പറയുമ്പോൾ അതിന് കാരണമായ ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പിൻ്റെ ആന്തരിക വ്യതയോട് ചേർത്ത് മാത്രമേ നമുക്കതിനെ വായിച്ചെടുക്കാനാവൂ. കാരണം ചക്രവർത്തിയുടെ സൈന്യത്തിലെ സവിശേഷമായ പദവി ക്രിസ്തുവിന് വേണ്ടി ത്യജിച്ചു എന്ന പുണ്യത്തെയല്ല, നേരെ മറിച്ച് ബലി കൊടുക്കേണ്ടി വരുന്നത് സ്വന്തം ജീവനാണെന്ന് അറിഞ്ഞപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇടറാതെ നിൽക്കുന്ന ആത്മബോധത്തെയാണ് കാലം വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പേരിട്ട് വിളിച്ചത്. സഹനത്തിനും മരണത്തിനും കീഴടക്കുവാനാകാത്ത ആ ചേതനയിൽ ക്രിസ്തു ജീവന്റെ ഉന്മാദമായിരുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, അകമിഴികളിൽ വിശ്വാസത്തിന്റെ വെട്ടമുണ്ടായിരുന്നവർ അവനു വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിലെ നഷ്ടങ്ങളിൽ വലിയ വലിയ ആനന്ദം കണ്ടെത്തി. അകക്കണ്ണിൽ സ്വർഗത്തിന്റെ ദർശനത്തിൽ ജീവിച്ചവരൊക്കെ അതുല്യമായ ഈ ക്രിസ്തീയ ആനന്ദത്തിന്റെ അവകാശികളാവുകയാണ്. അതുകൊണ്ട് രണ്ട് സാധ്യതകൾ മുന്നിൽ വെച്ചാണ് കാലം നമ്മെയും വെല്ലുവിളിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന് ശേഷവും ഉള്ളിലെ ഈ കനൽ കെടാതെ കാത്തവർ ധാരാളമാണ്, നമുക്കറിയാം. ദാരിദ്ര്യത്തെ വധുവാക്കിയതിന് കിട്ടിയ തിരസ്കരണങ്ങളും അപമാനവും അത്താഴമേശയിലെ സമൃദ്ധമായ വിഭവങ്ങളായി ആസ്വദിച്ച ഫ്രാൻസിസ് അസീസിയും, അരക്ഷിതമായ തെരുവുകളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഹൃദയം ഇടിയുന്നത് കണ്ട് കന്യകാലയത്തിൻ്റെ സുരക്ഷ വിട്ടിറങ്ങിയ മദർ തെരേസയും, ഇതുപോലെയുള്ളവരെല്ലാം തങ്ങളുടെ ജീവിതത്തിലെ സ്വർഗത്തിൻ്റെ കാഴ്ചയുടെ നിറവിൽ തിരഞ്ഞെടുപ്പ് നടത്തിയവരാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന ജീവിത ദർശനം നമ്മുടെ ഹൃദയമെഴികളിൽ അഞ്ജനമെഴുതട്ടെ. ആ വിശുദ്ധന്റെ ജീവിതവും ജീവിത മാതൃകയും അനേകർക്ക്, നമുക്ക് ഓരോരുത്തർക്കും മാർഗമായി തീരട്ടെ. എല്ലാവർക്കും സെബസ്ത്യാനോസിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.